നെക്സ്റ്റ് വീക്ക് ഫ്രൈഡേ അക്കുൻ്റെ ബർത്ത്ഡേ ആണ്. അക്കുടു 2 വയസ്സ് തികയാണ്. പിന്നെ എൻ്റെ കൂടെ കുറച്ച് ഫോട്ടോഷൂട്ടും ഒരു ഗിഫ്റ്റ് ഷോപ്പിങ്ങിനൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്താൻ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി 4:30 ആയി. അപ്പം നമ്മൾ റെഡി ആയിട്ട് നേരെ പാർക്കിൽ പോയിട്ട് കുറച്ച് ക്ലിപ്സ് എടുക്കാം. ഒക്കെ റെഡിയാണ് എന്നാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അറിയില്ല അക്കുടു സഹകരിക്കുമോ ഇല്ലയോ ഒന്നും അറിയില്ല. സോ നമുക്ക് നെക്സ്റ്റ് എല്ലാവരും റെഡി ആയിട്ട് പാർക്കിൽ നിന്ന് കാണാം. ബേബിക്ക് എന്താ തൊപ്പി വേണോ? ഓക്കെ. ഹായ്, നമ്മള് ഫോട്ടോ എടുക്കാൻ പോകാനല്ലേ? പറ ടോട്ടോ ടോട്ടോ എടുക്കാൻ പോണോ? പറ. ആ പാർക്കിൽ പോണോ? പറ. അക്കു പാർക്കിൽ പോണോ? പറ. അക്കുന്റെ ഡ്രസ് കാണിച്ചെടുക്ക ടൈഗറിനെ. Look at the tiger. Wow, the beautiful tiger. ഷൂ കാണിച്ചെടുക്ക. ഷൂ, പുതിയ ഷൂ കാണിച്ചെടുക്ക. പുതിയ ഷൂ ഉണ്ടല്ലോ കുഞ്ഞിന്. ആരെ ബർത്ത്ഡേ? 2 കാലുണ്ട്. അക്കുന് 2 കാലുണ്ട്. ഓക്കെ. പിന്നെന്താ തൊപ്പി കാണിച്ചെടുക്ക. ഇതാണ് അക്കുന്റെ ടൊപ്പി. ടൊപ്പിക്ക് ചെവിയെല്ലാം ഉണ്ടല്ലോ. ഇത് അക്കുന്റെ ചെവിയാണ്. തൊപ്പിന്റെ ചെവി എവിടെ? ഇതാ നോക്ക്. അമ്മയുടെ പൊന്നാരാ? അമ്മയുടെ പൊന്നാരാ? ടൈഗർ ബേബി. ഇതെങ്ങോട്ടാ? നമ്മളെങ്ങോട്ട് പോന്നേ? കാറിൽ എവിടെ പോന്ന? ഓ, കാറിൽ എവിടെ പോന്ന? ഫോട്ടോ എടുക്കാൻ. പറ. ഇപ്പൊ ഡ്രൈവ് ചെയ്യുന്നല്ലേ? ഓൾറെഡി ഞങ്ങൾ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറെ നേരം ഫോട്ടോ എടുക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നു. കോർണിഷിൽ പോയിട്ട് അവിടുന്ന് അത്യാവശ്യം 2 ഡ്രസ്സായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. മാക്സിമം അവൻ സഹകരിച്ചാൽ എടുക്കാന്ന പ്ലാനുള്ളത്. സൺസെറ്റ് നോക്കിയപ്പോൾ 5:30, 5:38 അങ്ങനെയായിരുന്നു കണ്ടത്. അപ്പോൾ ഒരു 10-25 മിനിറ്റിനുള്ളിൽ ഒക്കെ ശരിയാക്കണം. പക്ഷെ വിചാരിച്ച പോലെ ഒന്നല്ല കാര്യങ്ങൾ നടന്നത്. ആദ്യത്തെ ഒരു 5 മിനിറ്റ് ആള് നല്ല സഹകരണമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ പിരിപിരി ഇളകാൻ തുടങ്ങി. ഒരു തരത്തിലും നിൽക്കുന്നില്ല. ഓടുക, ചാടുക, നിൽക്കുക, ഒന്നും പറയണ്ട. ബഹളത്തോട് ബഹളായിരുന്നു. ഈ ഒരു കുട്ടി നല്ല കുട്ടിയായിരുന്നു ഒരു 5 മിനിറ്റ് വരെ. ഇത് കഴിഞ്ഞപ്പോ പിന്നെ ആളുടെ മൂടൊക്കെ അങ്ങോട്ട് മാറി. പുറത്തൂടെ ആയപ്പോഴത്തേക്ക് പിന്നെ പറയേണ്ടതില്ല. ഭയങ്കര ഒച്ചപ്പാടും ബഹളായിരുന്നു. പിന്നെ ഒരു 2 വയസ്സുകാരനെ പിടിച്ചു വെക്കുന്നതിൽ ഞങ്ങൾക്കും കുറച്ച് അതിരുകളും ഉണ്ടായിരുന്നു. അവനും എൻജോയ് ചെയ്യട്ടെ. എന്നാലും ഓർമ്മയ്ക്ക് എടുത്ത് വെക്കാൻ കുറച്ച് ഫോട്ടോസ് വേണമല്ലോ എന്ന് വിചാരിച്ചു. ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? എന്തായാലും അത്യാവശ്യത്തിന് പോസ്റ്റ് ചെയ്യാനുള്ള ഫോട്ടോസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതായിരുന്നു അവസ്ഥ. ഇരുട്ടി തുടങ്ങി. ഇനിയിപ്പോ വരുന്ന ശരിയാവില്ല. നാളെ സ്കൂളിലേക്കും പോകാനുണ്ട്. അപ്പൊ നേരെ ഷോപ്പിങ്ങിലേക്ക്. ഏത് കാറാണോ വാങ്ങുന്നത്? ബുള്ളറ്റ് ഈസ് ഗുഡ്. ഇതിപ്പോ കറക്റ്റ് സൈസ് അല്ലേ? അതാണ് ഇഷ്ടമായേ? മുന്നേ നോക്കി വെച്ച വണ്ടി KM-ലായിരുന്നു. അവൻ അവിടുന്ന് ഒരു സ്കൂട്ടി ഇഷ്ടമായി, ഈ ഒരു സ്കൂട്ടി ഇഷ്ടമായി. പക്ഷെ ഇത് കുറച്ച് ഓവർ സൈസ്ഡ് ആയിട്ട് എനിക്ക് തോന്നി. പക്ഷെ ഇവിടെയും അവിടെയും നല്ല ഗുഡ് പ്രൈസിന് വർത്ത് ആയിട്ടുള്ള സാധനം ഉണ്ടെന്ന് തോന്നി. അല്ലുന്റെ വണ്ടി മുന്നേ ഉപയോഗിച്ചോണ്ട് തന്നെ അവനത് യൂസ് ചെയ്യേണ്ടതൊക്കെ അറിയാം. ഇതിവിടെ കണ്ടോ, ഓഫർ റേറ്റിൽ കുറേ സാധനം ഉണ്ടായി. ഈ ജീപ്പായിരുന്നു എനിക്കും കാർത്തിക്ക് ഇഷ്ടപ്പെട്ടത്. പക്ഷെ ഇത് സൈസിന്റെ കാര്യത്തിൽ സംശയമുള്ളതുകൊണ്ട് എടുത്തതുമില്ല. അപ്പൊ ഗിഫ്റ്റ് വാങ്ങണം എന്നുള്ള കാര്യം ഇന്നും നടന്നില്ല. എന്തായാലും ഇതും അതും നോക്കി വെച്ചിട്ടുണ്ട്. 2 ദിവസം കൂടി ഉണ്ടല്ലോ, നോക്കി സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അവനെക്കാട്ടി ആഗ്രഹം അല്ലുനായിരുന്നു. ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് അവനൊന്ന് ഓടിക്കാൻ.
അപ്പം അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് ഞങ്ങൾ റൂമിൻ്റെ അടുത്ത് എത്തിയപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബുഫറ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അവിടെ കയറി ഫുഡും കഴിച്ചു. ഇതൊക്കെയായിരുന്നു എടുത്തായിട്ട്. ഓൾറെഡി 11 o'clock ആയി. അപ്പോൾ പിന്നെ ആളും ഉറങ്ങി. അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.